ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത്? എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത്, ഒരു സ്ത്രീയാണ് പോയത്, ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട്. എവിടെ നിന്നെങ്കിലും പറഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അത്യാഹിത ഘട്ടത്തിൽ, അത്യാസന്നമായ ഘട്ടത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവരുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞില്ല. സത്യത്തിൽ ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കേണ്ടതാണ്. അവരാണ് പറഞ്ഞത്, ഔദ്യോഗികമായി പറയുകയാണ് മാധ്യമങ്ങളോട്, ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്, അവിടെ ആരുമില്ല. അവിടെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്നുകൂടി ഉപയോഗിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ്. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. സത്യത്തിൽ അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി. കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ്. മരുന്നുമില്ല, സർജിക്കൽ എക്യുപ്മെൻസും ഇല്ല, സ്റ്റാഫും ഇല്ല. ആരോഗ്യരംഗം അലങ്കോലമാക്കി. അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം. എന്നിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് 15 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ കഴിയില്ല. ഗുരുതരമായ തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ PR പ്രൊപ്പഗാൻഡ നടത്തി ആരോഗ്യ രംഗത്തെക്കുറിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ആരോഗ്യരംഗത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ വരെ സർക്കാർ ആശുപത്രി ആശ്രയിക്കേണ്ട സ്ഥിതി വന്നത് സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഈ സർക്കാർ ആശുപത്രിയിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇല്ലാതായി. എവിടെ കാരുണ്യ പദ്ധതി? എവിടെ കാരുണ്യ ബലവനന്ദ സ്കീം? എവിടെ JSSK? എവിടെ ഹൃദയം പദ്ധതി? ഇതൊക്കെ എവിടെ പോയി? ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, UDFൻ്റെ കാലത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതികളാണ്. എല്ലാം അവർ തകർത്തു. ഒന്നുമില്ല. ഇപ്പോൾ HDCകളിൽ പോലും ഫണ്ടില്ല. ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടില്ല. കാരണം കാരുണ്യ പദ്ധതിയുടെ പണം അവരാണ് കൊടുക്കുന്നത്. ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിൽ ആരോഗ്യരംഗത്തെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കാണ്. രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.